നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സ്ത്രീകൾക്ക് തുല്യാവകാശത്തോടൊപ്പം സാമുദായിക സാമ്പത്തിക വെല്ലുവിളികളടക്കം നേരിടാവുന്ന സമഗ്ര നിയമമാണ് സിനിമാ മേഖലയിൽ വേണ്ടതെന്ന് ഹൈക്കോടതി. നിലവിലെ നിയമങ്ങൾ ഇക്കാര്യങ്ങൾ പരിഗണിക്കുന്നില്ലെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് A.K. ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് C.S. സുധ എന്നിവരടങ്ങുന്ന ഡിവിഷണൽ ബെഞ്ചിന്റെ നിർദ്ദേശം. ദലിത് സ്ത്രീകളും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളും സിനിമാ മേഖലയിലും വിവേചനം നേരിടുന്നുണ്ട്. എന്നാൽ നിയമനിർമ്മാണത്തിലുള്ള സർക്കാരിന്റെ അധികാരത്തിൽ ഇടപെടില്ലെന്നും സഹായകമായ ശുപാർശകൾ നൽകുകയാണ് ലക്ഷ്യമെന്നും കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘത്തിന് പുതുതായി 8 പരാതികളിൽ കൂടി ലഭിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചു. 5 FIR രജിസ്റ്റർ ചെയ്തു. 3 തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചു. സിനിമ, ടെലിവിഷൻ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കാൻ പ്രത്യേക ട്രൈബ്യൂണൽ അടക്കം കരട് നിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി കോടതിയിൽ സമർപ്പിച്ചു. കേരള എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ആക്ട് എന്നാണ് കരട് നിയമത്തിന്റെ പേര്. റിട്ട ഹൈക്കോടതി ജഡ്ജിയാണ് ട്രൈബ്യൂണൽ ചെയർമാൻ. വനിതാ കമ്മീഷൻ, വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അടക്കമുള്ളവർ നൽകിയ അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഡിജിറ്റലായി പരാതി നൽകാൻ കേന്ദ്രം നടപ്പാക്കിയ ഷീ ബോക്സ്, പരാതി ഉന്നയിക്കാൻ കഴിയുന്ന നോഡൽ ഓഫീസർ തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. ഹർജി വീണ്ടും ഫെബ്രുവരി 6 പരിഗണിക്കും.